ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയ് ആറന്മുള. മുക്കുൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. രാവിലെ തന്നെ നല്ല അതിമനോഹരമായ ഒരു പാടത്തിൻ്റെ നടുക്കാണ് കേട്ടോ. രാവിലെ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ. സൂര്യൻ പോലും വന്നിട്ടില്ല. സൂര്യൻ വരുന്ന ടൈം ആയി തുടങ്ങുന്നതേ ഉള്ളൂ. അതിനു മുമ്പേ നമ്മൾ രാവിലെ തന്നെ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, നമ്മൾ വീഡിയോസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ രാവിലെ തന്നെ ഷൂട്ടിനിറങ്ങി. അപ്പം അതിമനോഹരമായ ഒരു പാടമെന്ന് തന്നെ പറയണം കേട്ടോ. ഇത് കണ്ടില്ലേ, നീണ്ടു നിവർന്ന് വിശാലമായിട്ട് കിടക്കുന്നൊരു പാടമാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം ആലപ്പുഴ ജില്ലയിലോട്ടാണ് നമ്മൾ വന്ന് കയറിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ നേരെ ആലപ്പുഴയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ നമ്മളിവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഇന്ന് വിളിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദിച്ചാ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഇത് ഞങ്ങൾ എങ്ങനെ പരിചയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വള്ളംകളി ക്യാമ്പിൽ നിന്നുള്ള പരിചയമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഫിഷിങ്ങൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം രാവിലെ വന്ന് ഞാൻ ചുമ്മാ അടിച്ചപ്പോൾ ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. വരാലിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ രാവിലെ ഒരു വരാലിനെ അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് ഇവിടുത്തെ കുഴികളിലെല്ലാം പോയിട്ട് അടിച്ച് നമുക്ക് മീനെ പിടിക്കാം. ഞങ്ങളപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെട്ടം വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് നിങ്ങളോട് കാര്യം പറയാമെന്ന് വെച്ചു. മീൻ്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നേരെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ പാടം, നടുക്കൊരു ചെറിയ മരം. അതുകൊണ്ട് അവിടെ നിന്ന് സൂര്യൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന അതിമനോഹരമായ ഒരു കാഴ്ച. അതായത് ചുമന്നിരിക്കുക സൂര്യൻ. അതിൻ്റെ ഇടയ്ക്കെല്ലാം അവിടെ ഇങ്ങനെ തെങ്ങുകൾ ഇങ്ങനെ നിൽക്കുന്ന, അതിൻ്റെ തെങ്ങിൻ്റെ ഓലയുടെ ഒരു വ്യൂ ഉണ്ടല്ലോ. സത്യത്തിൽ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു വിഷ്വലാണ് കേട്ടോ. വളരെ രാവിലെ കാക്കയും കിളികളും ഒക്കെ അലയ്ക്കുന്ന ഒരുപാട് സൗണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കേൾക്കുന്നത്. മറ്റേ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വണ്ടിയുടെ ഹോണാണ് രാവിലെ കേൾക്കുന്നത്. കീ 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 എന്നുള്ള സൗണ്ടാണ്. ഇപ്പോൾ ഒരു മനസുഖമുണ്ട്, ഒരു പീസ് ഔട്ട്. ഏത് നല്ല അടിപൊളി ക്ലൈമറ്റിൽ നമ്മൾ വന്നേക്കുന്നത്. എന്തായാലും നമുക്കിനി എന്തായാലും കൂടുതൽ മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഇതേണ്ട നമ്മുടെ രണ്ടാമത്തെ വരാലിനെ അയച്ചു കേട്ടോ. കുറച്ച് നേരം നമ്മളൊന്ന് ഫോണ് ക്യാമറയൊന്ന് ഓഫാക്കിയായിരുന്നു. ആ സമയത്ത് തന്നെ കയറി അടിച്ച് നല്ല ഹുക്കപ്പാണ്. നല്ല നല്ല ഉരുണ്ട വരാല കേട്ടോ. നല്ല ഭംഗിയുള്ള വരാൽ. കൊള്ളാം. ഇവനെ ഊരിയിട്ട് നമുക്കിനി ബാക്കി കാസ്റ്റിങ് നോക്കാം. വീണ്ടും വീണ്ടും ആ ഏരിയയിലുണ്ടല്ലോ വീഡിയോ എടുക്കാനാണ്. ഗ്യാപ്പിലോട്ട് മുമ്പ് കൊണ്ട് നിർത്തിയതാ. അന്നേരം അടിച്ച് ദേണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് മീൻ അടിക്കാറുള്ളത്. ആണ് എന്ത് പറയുന്നു, ഞാൻ എന്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ എനിക്ക് മീൻ അടിക്കാറുള്ളതെന്നല്ലേ. ഈ ഏരിയ നല്ല ആക്ടിവിറ്റി ഉണ്ടാകും ഗൈസ്. ഇവിടെ നിന്നാണ് നമുക്ക് ആ വരാലിനെ, രണ്ടാമത്തെ വരാലിനെ കിട്ടിയത്.
ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. ഇട്ട സ്പോട്ടിലടി. കൊള്ളാം 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 കൊള്ളാം. അങ്ങനെ അടിപൊളി, കൊള്ളാം. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ അല്ലേ. ഈ നാടിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഇവിടെ ഏത് പോസ്റ്റ് വെച്ചാലും ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. ഓ, നമുക്ക് ഇവനെയും കൂടെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിനെ അടിക്കാം. നമ്മളിപ്പോൾ നിലവിലൊരു 5-6 വരാലിനെ അടിച്ചെടുത്തിട്ടുണ്ട്. 5-6. ഞാനിപ്പോൾ എന്തായാലും വീട്ടിലോട്ട് വന്നിട്ട് ഇപ്പോൾ കാണിച്ചായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അതായത് കണ്ടില്ലേ, അതുകൊണ്ട് അതാണ് നമ്മുടെ ഷോബുവിൻ്റെ വീട്. ഇതുണ്ടല്ലേ, തൊട്ടടുത്ത് ഇത്രയും അടുത്ത് പുഴ. ഇവരെന്തോ ഭാഗ്യമാണെന്ന് നോക്കിക്കേ. ഇത് നമ്മുടെ സഹായിയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ബാംഗ്ലൂരിൽ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയും എന്നെ അവിടെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അവനിത് ഈ വീഡിയോ കാണുമ്പോഴേ പറയാം, എടാ എന്നെ അവിടെ കൊണ്ടുപോകണം, ആ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ട്, എനിക്ക് അവിടെ സ്റ്റേ ചെയ്യണമെന്ന് വേണേൽ പറയാം. അങ്ങനത്തെ ടീമുകളാണ്. ഇവിടെ എന്താ വന്നിട്ട് എന്തായാലും നമ്മൾ എൻ്റെ മീനെല്ലാം പിടിച്ച് ചാക്കിൻ്റെ അകത്താക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് ചെന്ന് നമ്മളിത് കഴിഞ്ഞിട്ട് ഈ മീനെല്ലാം കൊടുക്കാൻ പോകല്ലേ. അതിവിടെ നമ്മുടെ അമ്മച്ചിയുണ്ട്, അമ്മച്ചിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് മീനെ കൊടുക്കാനായിട്ട് പോകണം കേട്ടോ. നമ്മളിനി നേരെ മീനെല്ലാം നിങ്ങളെ കുറഞ്ഞിട്ട് കാണിക്കാം. അതായത് നമ്മൾ രാവിലെ പിടിച്ച മീൻ ഇത്രയാണ് കേട്ടോ. ഇതിനെ നമ്മൾ ഇനിയും കൊണ്ടുപോയി മാർക്കറ്റിലെല്ലാം അമ്മച്ചിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ പോകും അല്ലേ. അമ്മച്ചിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ 1-2 പേരുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് 2 പേര് പോയി. ഒരാൾ കൊണ്ട് അവിടെ കിടപ്പുണ്ട്. വേണ്ട ഒരാൾ ഇതിലിങ്ങനെ മീനിൻ്റെ ചുറ്റും കറങ്ങി കിടക്കുക. അപ്പോൾ നമുക്ക് ഇന്നെ എടുത്തോണ്ട് പോകാം. ബാ. വയസ്സ് അതുപോലെ നമ്മുടെ ഷോബുവിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇതുണ്ടോ, ആറ്റിൽ നിന്ന് കിട്ടിയ വലിയൊരു സക്കർ കേട്ടോ. മുട്ട സക്കർ എന്ന് തന്നെ പറയണം. പിന്നെ രോഹുണ്ട്, കരിമീനുണ്ട്, നല്ല 2 ഓസ്കാറും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ കിടക്കുക. ക്യാമറ വെള്ളത്തിൽ നിൽക്കണോ വേണ്ട, റിസ്ക് എടുക്കാൻ വയ്യ. 2 പേരും ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതുപോലെ രോഹുണ്ട്. രോഹു പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെന്തായാലും കൊള്ളാം, നല്ല കളക്ഷൻ. ഇനിത് കൊഞ്ചിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിക്കാനാണോ? ഇതാർക്കാ? ഇവൻ ഓസ്കാറിനോ? ഓക്കെ ഓക്കെ ഓക്കെ. ഒരു രോഹുവിൻ്റെ കുഞ്ഞാണ് കേട്ടോ അത് കേട്ടോ. കൊള്ളാം, എന്തായാലും പരിപാടി കൊള്ളാം. അപ്പം നമുക്ക് നേരെ പോയിട്ട് മീനെ കൊടുത്തിട്ട് വരാം. അതിന് നമ്മൾ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് മീനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം നിലവിൽ കരിമീനും കുറേ മീനുണ്ട്. അമ്മച്ചിടയിലെ മീനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീനെ കുറഞ്ഞിടാനെ കൊണ്ടുപോകാം. നല്ല കരിമീൻ, തിലോപ്പി, തുമ്പച്ചിയുണ്ട് കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ രാവിലെ വന്നിട്ട് മീനെയൊക്കെ പിടിച്ച് മീനെയൊക്കെ കൊണ്ട് കൊടുത്തു. മീനെ കൊടുത്ത് നമ്മുടെ ഷോവിൻ്റെയൊക്കെ അമ്മച്ചിയുടെ അടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, പക്ഷെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ല മെയിനായിട്ട് വന്നത്. വേറെയും ഫിഷിംഗ് ഉണ്ട്, അപ്പോൾ അത് നടക്കാനെ കൊണ്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ഷോവും കൂടി ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. കണ്ടില്ലേ, വീട്ടിൽ നിന്നുള്ള വ്യൂ കണ്ടോ, സീനാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതാണ് ഈ ആലപ്പുഴയുടെ ഒരു പ്രത്യേകത. ആലപ്പുഴയുടെ ഒരു ഭാഗമാണ് ഇത്. ഇത് എവിടെ സ്ഥലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പായിപ്പാടില്ലേ, കാരിച്ചാൽ. അതായത് തൊട്ട് താഴെയാണ് കാരിച്ചാൽ വള്ളംകളി നടക്കുന്നത്. പായിപ്പാട് വള്ളംകളി എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. ഞാനിവിടെ തൊഴാനൊക്കെ വന്നിരുന്നുണ്ട് ഇപ്രാവശ്യം. അങ്ങനെ ഇവിടെ കൊണ്ട് നല്ല പരിചയമൊക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മേപ്പോട്ട് ഭയങ്കര വെട്ടം പോട്ടില്ലേ, ആ കാണുന്ന ആ ഭാഗത്തോട്ടാണ് നമ്മളിനി പോകുന്നത്. നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വരാലിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും മറക്കല്ല. അപ്പോൾ സപ്പോർട്ട് വേണം. അപ്പം നമ്മുടെ ഹെവി വീഡിയോ അടുത്തതാണ്. അടുത്ത വീഡിയോ വരുന്നുണ്ട്, കണ്ടു നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ പോയിട്ട് അടുത്ത വലിയ മീനെ പിടിച്ചിട്ട് വരാം.